ഇന്ത്യ മുന്നണി യോഗത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പോഡ്കാസ്റ്റായി പുറത്തുവിട്ട് കോൺഗ്രസ്. പിണറായി വിജയൻ രാഷ്ട്രീയ എതിരാളിയാണെന്നും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനാകില്ലെന്നും രാഹുൽ പറഞ്ഞു. പക്ഷേ ഇന്ത്യ എന്ന ആശയത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കണം, പ്രതിപക്ഷം ഒറ്റക്കെട്ടല്ലെന്ന BJP പ്രചരണത്തെ തോൽപ്പിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. The idea of India. We have our fights. But if you're asking me to go and hug the ex-Chief Minister of Kerala, I cannot and I will not, because I have an ongoing political fight with him. So we have to be flexible and we have to realize that there is a full-scale assault on us, trying to prove that the opposition is weak, is disorganized. വിനീത വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത കൃത്യമായി പറയുന്നുണ്ട്, പിണറായി വിജയൻ രാഷ്ട്രീയ എതിരാളി തന്നെയെന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നുണ്ട്. CPM രാഷ്ട്രീയ എതിരാളി തന്നെയെന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പറയുന്നു. അനൂപ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു പോഡ്കാസ്റ്റ് എന്ന രീതിയിലേക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ CPM-നെതിരെയും പിണറായി വിജയനെതിരെയും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില പരാമർശങ്ങളുണ്ട്, ചില ആരോപണങ്ങളുണ്ട്. അതിൽ പിന്നാലെ നടന്ന ഈ ഇന്ത്യ മുന്നണി യോഗത്തിലൊക്കെ തന്നെ കേരളത്തിൽ നിന്നുള്ള CPM നേതാക്കളടക്കം അതിൽ വലിയ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ മുന്നണിക്കുള്ളിൽ നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലേക്കുള്ള പരാമർശങ്ങൾ അത് നല്ലതല്ലെന്ന തരത്തിൽ ചില മുതിർന്ന നേതാക്കളടക്കം, ദേശീയ തലത്തിലുള്ള മുതിർന്ന നേതാക്കളടക്കം യോഗത്തിൽ അവർ വിയോജിപ്പ് ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അദ്ദേഹം ആ ഇന്ത്യ മുന്നണി യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹവുമായി താൻ രാഷ്ട്രീയ പോരാട്ടത്തിലാണ്, പിണറായി വിജയനുമായി താൻ നടത്തുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ അതിന് തനിക്ക് കഴിയില്ല, അത് താൻ ചെയ്യില്ലെന്നും ഈ പോഡ്കാസ്റ്റിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പോഡ്കാസ്റ്റ് എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ തനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന് അവർ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിജയം നേടുമെന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമാകുമെന്ന തരത്തിലൊരു മുന്നറിയിപ്പ് താൻ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നേതാക്കൾ അത് അംഗീകരിക്കാനോ അത് വിശ്വസിക്കാനോ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണിയുടെ ഐക്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മുന്നണിയിലെ ഓരോരുത്തരും മുന്നോട്ട് വയ്ക്കുന്ന വിമർശനങ്ങളും പരാതികളും എല്ലാം ഞാൻ സന്തോഷത്തോടു കൂടി അതെല്ലാം ഉൾക്കൊള്ളുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ താൻ തയ്യാറാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കോൺഗ്രസിന്റെ പങ്ക്, കാരണം അത് അത്രമേൽ വലുതാണ് എന്നും ആ യോഗത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുകയാണ്. RSSന്റെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപരമായി എതിർക്കുന്നു, അതിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുന്നണിക്കുള്ളിലെ പോരാട്ടത്തിന് തനിക്ക് താല്പര്യമില്ല. ഇന്ത്യ മുന്നണി അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ പിണറായി വിജയൻ എതിരാളിയാണ്, പിണറായി വിജയനെ ഒരിക്കലും കെട്ടിപ്പിടിക്കാൻ സാധിക്കില്ല, അത്തരത്തിലൊരു സൗഹൃദം അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു കൂടിച്ചേരൽ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്തായാലും വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.